നമ്മുടെ ഒരു സന്തോഷ മുഹൂർത്തമാണ് ഇതിപ്പോ കേട്ടോ. കാര്യം എന്താ ചോദിച്ചാല് നമ്മൾക്കായിട്ട് നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സൗജന്യ യാത്ര ഈ ജൂൺ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സിദ്ദീഖ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹമാണ് നമുക്കിത് ഈ വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഇത് ഓപ്പൺ ആക്കി തരുന്നത്. ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. അദ്ദേഹത്തോട് നമുക്കത് ചോദിക്കാം. ഇനി നമുക്കിനി എന്തൊക്കെയാ കിട്ടാൻ പോകുന്നത് അല്ലെ? ഭയങ്കര രാഗം. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പദ്ധതിയെ കുറിച്ച് പലർക്കും സംശയമുണ്ടായിരുന്നു. അത് KSRTC ഓൾറെഡി നഷ്ടത്തിലാണ്. ഒരു മാസം KSRTCക്ക് സർക്കാർ ശമ്പളം, പെൻഷൻ, അനുബന്ധ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന തുക 150 കോടിയോളം രൂപയാണ്. ഒരു വർഷം 1500 കോടിയോളം രൂപ സർക്കാർ തലത്തിൽ കൊടുക്കുന്നു. അപ്പോ ഇങ്ങനെ പരിതാപകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന KSRTC ഈ സാഹചര്യത്തിൽ ഈ പദ്ധതിയും കൂടി ഏറ്റെടുത്താൽ നേരെ പോകും. അതുകൊണ്ട് കബളിപ്പിക്കലാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. UDF സർക്കാർ വന്ന് സമയത്തിന് തന്നെ ക്യാബിനറ്റിൽ പ്രഖ്യാപിച്ച ജൂൺ 15-ന് തന്നെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലായിടത്തും ഉദ്ഘാടനം നടത്തപ്പെടുന്നു. ഇത് ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ഇത് സ്ത്രീകൾക്ക് ഔദാര്യം കൊടുക്കലല്ല, ഇത് 800 കോടി രൂപയുടെ സ്വാഭിമാന പദ്ധതിയാക്കി അവരെ ഏറ്റവും കൂടുതൽ അവരുടെ പ്രസരിപ്പ്, അവരുടെ സന്തോഷം, അവരുടെ ഐശ്വര്യം ഇത് ഉയർത്തിപ്പിടിക്കാൻ, അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന പദ്ധതി. ഈ ഒരു സൗജന്യ യാത്രയുടെ സന്തോഷം എങ്ങനെയാ ഒന്ന് പങ്കുവയ്ക്കാവോ? അധികം സന്തോഷം ഞങ്ങൾക്ക്. സൗജന്യ യാത്ര എന്ന് പറയുമ്പോ ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അറിയോ? ടിക്കറ്റ് എടുക്കാന്നുള്ളത് അറിയാം. സീറോ ടിക്കറ്റ് എടുക്കും, പോയി വരാം. ഇത്ര സ്ഥലം തൊട്ട് ഇത്ര സ്ഥലം വരെയുള്ളതൊക്കെ അറിയാവോ? ലോക്കൽ സർവീസ് ആണ് എന്നുള്ളതൊക്കെ അറിയത്തില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇനി കൂടുതൽ ആഗ്രഹിക്കാം അല്ലേ? ഈ ഒരു ഗവൺമെന്റ് വന്നതോടുകൂടി സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ UDF സർക്കാർ വന്ന് ആദ്യം വാക്ക് പാലിച്ചു. തീർച്ചയായിട്ടും അതിന്റെ ഒരു സന്തോഷം. ഓക്കെ, എങ്ങനെയുണ്ട് യാത്രാ സുഖമാണ്? സന്തോഷമാണോ? സന്തോഷമാണ്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്താ പറയാ, ഇത് നീണ്ടു പോകണമെന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. നമ്മുടെ ഇത് എവിടെയും നിർന്നു പോവാതെ നീണ്ട് അങ്ങോട്ട് പോവാൻ വലിയ താല്പര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും ഒരു എന്താ പറയാ ഒരു സന്തോഷകരമായ ഒരു പരിപാടി ആയതുകൊണ്ട് അവരെന്തായാലും അത് നിർത്തലാക്കാൻ ഉണ്ടാവില്ല. എന്തായാലും നീണ്ടു തന്നെ പോട്ടെ, പ്രാർത്ഥിക്കാം. കൂടുതൽ ദീർഘദൂര യാത്രകൾ നമ്മൾക്ക് കിട്ടട്ടെ അല്ലെ? സതീശൻ സാറിന്റെ എല്ലാ സംരംഭവും ഒത്തിരി വിജയപ്രദമാവട്ടെ. ഇതേപോലെ ഞങ്ങൾ കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കുന്നു. അതിനുള്ള അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ അതെ.